ഇന്ന് നമ്മൾ ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ റിവ്യൂ ആയിട്ട് വന്നതാണ് കേട്ടോ. വണ്ടി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഹൈക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഹെറ്റോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഈ കാണുന്നത്. അതായത് 165 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ച് ആയിട്ട് കിട്ടുന്ന ഒരു മോഡലാണ്. ഇലക്ട്രിക് ഓട്ടോയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ, ഇതിൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ട്, അങ്ങനെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പം എന്തായാലും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവ്യൂ നമ്മൾ ഈ ഒരു മോഡലിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്, ഈ ഒരു ഓട്ടോ നമ്മൾ 2021 മുതലാണ് നമ്മുടെ വിപണിയിൽ കാണുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് നോക്കുവാണെങ്കിൽ ആദ്യം ഇലക്ട്രിക് ഓട്ടോസ് ഇറങ്ങി ആ ഒരു സെഗ്മെന്റിലേക്ക് തന്നെ ഇടിച്ചു കയറി വന്നിട്ടുള്ളൊരു മോഡലാണ് ഹൈക്കണിൻ്റെ ഹെറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. അപ്പോൾ ഈ ഒരു ഹൈക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ പറ്റി നോക്കുവാണെങ്കിൽ ഒരു 33 വർഷത്തോളമായിട്ട് പവർ ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സ് നിർമ്മിക്കുന്ന ഒരു വലിയൊരു കമ്പനിയാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല രീതിയിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് 3 വീലറിൻ്റെ ഒക്കെ ഇവർക്കുണ്ട്. അതേപോലെ തന്നെ 2019 മുതൽ ഓൺ ലിഥിയം അയൺ ബാറ്ററി പാക്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓട്ടോയുടെ കേസിൽ നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണല്ലോ, ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ എത്രത്തോളം ഒരു ക്വാളിറ്റി നിലവാരം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഓട്ടോയുടെ കേസിൽ ആ ഒരു പേടി വേണ്ട എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും ബാറ്ററി സെൽസ് കുറച്ച് നാൾ കഴിഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് സെൽസ് റീപ്ലേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളൊരു ടീമാണ് ഹൈക്കൺ ഉള്ളത്. അപ്പോൾ നമുക്ക് ഹെറ്റോ പ്ലസിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വിപണിയിൽ കണ്ടിട്ടുള്ളതാണ്. എപ്പോഴും കാണുമ്പോഴത്തേക്കും ഈ ഒരു പേര് അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ തന്നെ മാനുഫാക്ചറിങ് അസംബ്ലി ഒക്കെ ചെയ്യുന്നൊരു മോഡൽ വെഹിക്കിളാണെന്ന് അറിയാൻ വേണ്ടി പറ്റിയത്. അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ബാറ്ററി സപ്പോർട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് യൂസേഴ്സിനൊക്കെ. കാരണം ഒരു സർവീസിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഓടിച്ചെല്ലാനുള്ളൊരു സ്പേസ് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഹൈക്കൺ നൽകുന്നുണ്ട്. ഇപ്പോൾ ഓൾ കേരള നോക്കിയാൽ തന്നെ ഓൾമോസ്റ്റ് സർവീസ് സെൻറ്റേഴ്സും സെയിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ 600+ വണ്ടികൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലുക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് മാറ്റോ കാര്യങ്ങളൊന്നുമില്ല. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ്. അതുപോലെ തന്നെ ഒതുങ്ങിയിട്ടുള്ളൊരു ഷേപ്പാണ്. ഇപ്പോൾ നമ്മളാണെങ്കിലും കുറേ ദൂരം ഡ്രൈവ് ചെയ്തു, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജേർണിയാണ് ഫീൽ ചെയ്തത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഡ്യുവൽ ഷോക്ക് അബ്സോർബറോട് കൂടിയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ് കാണാം. റിയർ സൈഡ് നോക്കുവാണെങ്കിൽ ഹെലിക്കൽ സ്പ്രിങ് പ്ലസ് ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറോട് കൂടിയിട്ടുള്ള റിയർ സസ്പെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓടിക്കുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ശരിക്കും ബോഡി വെയിറ്റ് ഫുള്ളി ഒരു മെറ്റൽ ബോഡിയോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റൽ ബോഡി പ്ലസ് ഈ ഒരു സസ്പെൻഷൻ്റെ സെറ്റപ്പ് കൂടെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡിങ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഇതിൻ്റെ ഒരു യൂസർ ഫീഡ്ബാക്ക് തന്നിട്ടുള്ള കാര്യം എടുത്തിട്ടുണ്ടായിരുന്നു. ബോഡി വെയിറ്റ് കൂടിയിട്ടും വണ്ടിക്ക് റേഞ്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, മസ്റ്റായിട്ടും കാണുക. അപ്പോൾ ഇനി മറ്റു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം ഉണ്ടായിരുന്ന മോഡലിൽ നിന്നും ഈ ഒരു ഹെറ്റോ പ്ലസിലേക്ക് വന്നപ്പോൾ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഹാൻഡിൽ ബാറിൽ ഈ ഒരു സ്വിച്ചസ് ഒക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആക്കി എന്നുള്ളതാണ് കേട്ടോ. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ്ബോർഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. ഇതിപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡ്രൈവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഫ്രണ്ടിലേക്കാണെങ്കിലും റിവേഴ്സിലേക്കാണെങ്കിലും ന്യൂട്രലാണെങ്കിലും സ്വിച്ചസ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടേൺ എടുക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ മോഡ് ചേഞ്ചിങ്ങിന് 3 മോഡ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ശരിക്കും എക്കോ, പവർ, സ്പോർട്സ് എന്നൊക്കെ പറയുന്ന പോലെ 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് മോഡ്സ് ഇവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് 1 എന്ന് പറയുമ്പോൾ ലോ എക്കോ മോഡ്, 2, 3 അങ്ങനെ പവർ കൂടിയിട്ടുള്ളത്. അപ്പം എല്ലാ മോഡ്സിലും നമ്മൾ ഡ്രൈവ് ചെയ്തു. അപ്പോൾ ഓരോ മോഡ്സിലും അതനുസരിച്ചുള്ള പവർ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ക്ലസ്റ്റർ സൈഡ് നോക്കുമ്പോഴത്തേക്കും 4.2 ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരു ന്യൂട്രൽ ഡ്രൈവർ തുടങ്ങിയിട്ടുള്ള ആ ഒരു പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പേഴ്സൻറ്റേജ് വൈസ് കാണത്തില്ല, നമുക്ക് ആ ഒരു എനർജി ബാർ, വണ്ടിയുടെ റേഞ്ച് നമുക്ക് ഈ ഒരു ബോക്സി ഷേപ്പിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പാർക്ക് ബ്രേക്കിൻ്റെ ആ ഒരു സ്വിച്ച്, ആ ഒരു ഇൻഡിക്കേഷൻ ഇവിടെയുണ്ട്. സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ട്രിപ്പേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അപ്പം പഴയ വണ്ടിയായിട്ട് ഈ ഒരു പുതിയൊരു അഡ്വാൻസ്ഡ് ആയിട്ടൊരു ക്ലസ്റ്റർ ആഡ് ഓൺ ചെയ്ത് വന്നു എന്നുള്ളതാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ചാർജിങ്, രണ്ടും ഫോൺസ് കണക്ട് ചെയ്യാം, കേബിൾസ് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എമർജൻസി ഒരു സ്വിച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. റൈറ്റ് സൈഡിൽ നമുക്ക് വൈപ്പറിൻ്റെ ഹസാറിൻ്റെ സ്വിച്ചസ് കാണാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി അത്യാവശ്യം ഇതിൻ്റെ ഷാസി ആണെങ്കിലും വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷാസി ഭാഗമാണ് കാണുന്നത് കേട്ടോ. മറ്റ് ഓട്ടോസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്വാളിറ്റി സൈഡ് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ ഒരു ക്യാബിൻ
വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് കാണുന്നത്. ക്യാബിൻ മാത്രമല്ല, ഈ ഒരു പാസഞ്ചർ ഭാഗമാണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളാണ്. ഇപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് ലാർജ് സ്പേസ് കിട്ടുന്നുണ്ട്, 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. റിയർ സൈഡിലും സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പുതിയ വണ്ടി വന്നപ്പോഴത്തേക്കും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു 3 ഹുക്കുണ്ട് പിടിച്ചിരിക്കാൻ വേണ്ടി. അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചുകൂടി യൂട്ടിലിറ്റി സ്പേസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ താഴ്ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ്, അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കാണാം കേട്ടോ. ഇതൊക്കെ വളരെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഓൺ ബോർഡ് ചാർജറിൻ്റെ അഡാപ്റ്റർ വരുന്നത് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ കാസിലൊക്കെ കാണുന്നതിൻ്റെ കുറച്ചുകൂടെ ചെറിയൊരു വേർഷൻ. സിമ്പിളാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് സ്ലോ ചാർജറിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണാം. അതായത് ഒരു 8 hours കൊണ്ട് ഫുൾ ചാർജ് ആവുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊരു ചാർജർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് 2.5 മണിക്കൂർ കൊണ്ട് 0 to 80% ആവുന്നുണ്ട്. ഇലക്ട്രിക് ഓട്ടോസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ലിമിറ്റഡ് ഓട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ ഒരു ഓട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു ഫാസ്റ്റ് ചാർജർ 0 to 80%ഓളം ഒരു 2.5 മണിക്കൂറിൽ ആവുന്നുണ്ട്. ഇപ്പം വണ്ടികളൊക്കെ ഷെയർ ചെയ്ത് ഓടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സിനൊക്കെ ഈ ഒരു ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി എനിക്ക് ഈ ഒരു ഓട്ടോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. കാരണം ഇതിൻ്റെ റിയർ സൈഡിലെ ഡോസ് നോക്കിയേ, ഈ ബാറ്ററി പാക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഈ ഒരു ഭാഗങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് വളരെ ഒരു ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റഡ് പാർട്ട്, അതായത് ഹൈക്കൻ്റെ ആ ഒരു ബാറ്ററി പാക്കാണ് കാണുന്നത്. നോക്കിയേ, അത്യാവശ്യം കവേർഡായിട്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കവേർഡായിട്ട് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് IP67 റേറ്റ് ആയിട്ടുള്ള ബാറ്ററി പാക്കാണ് ഈ കാണുന്നത്. അത് മാത്രമല്ല ലിഥിയം അയൺ ബാറ്ററി ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ലിഥിയം അയൺ ബാറ്ററി തന്നെ ഫെറോ ഫോസ്ഫേറ്റ് കെമിസ്ട്രിയിൽ വരുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി കൂടെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ 2019 മുതൽ 2 വീലർ 3 വീലർ അതേപോലെ തന്നെ 23 സീറ്റ്സ് ബസ് വരെയും ഇപ്പോൾ ഹൈക്കൻ്റെ ബാറ്ററീസാണ് പാൻ ഇന്ത്യ ലെവലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മോഡലിൽ 10.25ൻ്റെ ബാറ്ററി പാക്കാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ മോട്ടർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9.5 കിലോവാട്ട് പവറും 45 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ് കേട്ടോ. മോട്ടറിൻ്റെ കേസ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം പല മോഡ്സിൽ ഇപ്പം 3ഓളം മോഡ്സ് ഉണ്ടല്ലോ, അതിലെല്ലാം ഓടിക്കുമ്പോൾ തന്നെ സഡൻ ആയിട്ടുള്ള റെസ്പോൺസാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം അറിയാമല്ലോ, വളരെ പവർഫുൾ ആയിട്ടുള്ള മോട്ടോഴ്സാണ്. അപ്പം ഈ ഒരു ഓട്ടോ ക്യാപ്റ്റായിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്നൊരു മോട്ടറോടെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ കാണാം. പിന്നെ നമുക്ക് ഈ ഒരു റിയർ സൈഡിൽ ചെറിയൊരു ബമ്പർ ഭാഗം കാണുന്നുണ്ട് കേട്ടോ. അതൊരു ബ്ലൂ ഒരു ഇൻസൈറ്റിൽ, അതും ഒരു കണ്ടോ സ്ട്രോങ് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ബമ്പറാണ് കാണുന്നത്. അപ്പം എനിക്ക് ഇതിൻ്റെ റിയർ സൈഡ് കുറച്ചുകൂടി ഇഷ്ടമായി മുൻവശത്തെക്കാളും. അതേപോലെ ഞാൻ ഈ ഒരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാം. കാരണം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിൻ്റെയും 3 വീലർ ഇലക്ട്രിക് അല്ലെങ്കിൽ നോൺ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹൈക്കൺ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്തിരി വൈകിപ്പോയിന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ സ്റ്റെബിലിറ്റിയാണ് എനിക്ക് എടുത്തു പറയാൻ ഫീൽ ചെയ്തുള്ളൊരു കാര്യം കേട്ടോ. കാരണം കുറച്ചുകൂടെ ഹാൻഡ്ലിംഗ് ബേസ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. വണ്ടി പിടിക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡി അല്ലെങ്കിൽ ഷാസി ആണെങ്കിൽ കൂടെ ആ ഒരു മോട്ടർ നൽകുന്ന പവർ കറക്റ്റായിട്ട് പിക്കപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതായത് ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല രീതിയിൽ വണ്ടി എടുത്ത് തന്നെ നമ്മളെ പിക്ക് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷിഫ്റ്റിങ് വളരെ സിമ്പിളാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് കുറേ അഡ്വാൻറ്റേജ് പാർട്ടാണ് ഈ ഒരു വെഹിക്കിൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ വളരെ ലാവിഷ് ആയിട്ടുള്ള ഒരു ഡ്രൈവറും അതേപോലെ തന്നെ പാസഞ്ചർ ക്യാബിനും ആണ് ഈ ഒരു വെഹിക്കിളിൽ നിന്ന് എനിക്കൊരു ഇംപ്രഷൻ തോന്നുന്നത്. പിന്നെ ഈ ഒരു വെഹിക്കിൾ പുതുതായിട്ട് ആഡ് ഓൺ ആയി വന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഫുഡ് സ്റ്റെപ്പ്. കണ്ടോ, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ഫുഡ് സ്റ്റെപ്പാണ്. കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് കമ്പനി ആഡ് ഓൺ ആയി വന്നതാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഇനിയിപ്പോൾ ചോദിക്കും വാറണ്ടി സൈഡ് എന്ന് വെച്ചാൽ ഒരു 40 months അല്ലെങ്കിൽ അതായത് 3.5 വർഷമോ അല്ലെങ്കിൽ 85,000 കിലോമീറ്ററോ ആണ് വാറണ്ടി ആയിട്ട് പറയുന്നത്. അത് മോട്ടർ, ബാറ്ററി, കൺട്രോളർ, ഗിയർ ബോക്സ്, ചാർജർ, അങ്ങനെ 5 കമ്പോണൻസിനാണ് ഈ ഒരു ടൈമിലേക്ക് വാറണ്ടി പീരീഡിൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നോക്കുമ്പോഴത്തേക്കും പ്രൈസിങ് ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. 3.6 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസിൽ വരുന്നത്. പിന്നെ കൂടുതൽ സബ്സിഡി അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡീലർഷിപ്പുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഹൈക്കൻ്റെ ഹെക്ടോ പ്ലസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഇപ്പം മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ അസംബ്ലി യൂണിറ്റ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും തൃശ്ശൂർ വെള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആയിട്ട് നമ്മുടെ കൊച്ചിയിൽ കിംഫ്രയിൽ ഫുൾ ഒരു വലിയ യൂണിറ്റ് തന്നെ ഇപ്പം ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് സർവീസും അല്ലെങ്കിൽ സെയിൽസിൻ്റെ ഒക്കെ നമുക്ക് കുറച്ചുകൂടെ കേരളത്തിൽ ഹൈക്കൻ്റെ ഓട്ടോസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഓവറോൾ വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഈ ഒരു വെഹിക്കിൾ ഇന്നാണ് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിച്ചറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ യൂസ്ഫുൾ ആവുന്ന ഇപ്പോൾ ഓൺ ബാറ്ററി മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട്
കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ യൂസേഴ്സിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന കുറേ കാര്യങ്ങൾ എന്തായാലും ഹൈക്കൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ സർവീസ് സെൻറ്റേഴ്സ് ഇപ്പോൾ നോക്കിയാലും കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ മേജർ സിറ്റികളിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള സെയിൽസും സർവീസും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഹെറ്റോ പ്ലസിനെ പറ്റി ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് സ്ട്രൈറ്റ് വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഓവറോൾ ഫീഡ്ബാക്ക് എൻ്റെ ഞാൻ ഷെയർ ചെയ്തു. ഇനി നമുക്കൊരു യൂസറെ കണ്ടാലോ. ഇനിയിപ്പം ഹൈക്കൺ ഹെക്ടോ പ്ലസിൻ്റെ ഒരു യൂസർ ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ചറിഞ്ഞാലോ. ഒരു 11 മാസമായിട്ട് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ഓട്ടോ യൂസ് ചെയ്യുന്ന ഐസൈപ്പിയുണ്ട് കൂടെ. ഹലോ ഏട്ടാ. ഹലോ. എങ്ങനെയുണ്ട് ഈ ഒരു വെഹിക്കിൾ ഒരു 11 മാസത്തോളമായിട്ട് യൂസ് ചെയ്ത്? 11 മാസമായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ പല വണ്ടികളും ഓടിച്ചിട്ടാണ് ലാസ്റ്റ് ഇത്. വരുമാനത്തിലെ വർധനയുണ്ട്, ഇന്ധന ചാർജിൽ വളരെ ലാഭം കിട്ടുന്നുണ്ട് ഇലക്ട്രിക് ഓട്ടോ. ഈ ഒരു 11 മാസം കൊണ്ട് എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? കിലോമീറ്റർ പരമാവധി ഇപ്പോൾ ഓട്ടത്തിന് കുറവായതുകൊണ്ട് 25,000 കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞു. 11 മാസം ഒരു ഏവറേജ്. പഴയ ഓട്ടം എന്തായാലും ഇല്ല, അതുകൊണ്ട് ഒരു ചെറിയ ഇതുണ്ട്. അതിന് കുഴപ്പമില്ല, നമുക്ക് സേവിങ് ആണ്, പൈസ നമ്മുടെ സേവ് ആവും. അതാണ് ചോദിക്കാൻ വേണ്ടി വന്നത്. അതായത് നമുക്ക് സാധാരണ ഇലക്ട്രിക് ഓട്ടോ എല്ലാവരും തന്നെ എടുക്കുന്നതിന്റെ ഒരു കാരണം തന്നെ നമുക്ക് പോക്കറ്റിൽ എന്തെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാണണമല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് നമുക്ക് നമ്മുടെ ചാർജിന്റെ നിസ്സാര കാശ നമുക്ക് ചാർജിങ്ങിന് വരുന്നുള്ളൂ. ഒരു മാസം എത്രത്തോളം ചെലവ് വരുന്നുണ്ട്? ഒരു മാസം എന്ന് പറഞ്ഞാൽ 2 മാസം 3000 രൂപയാണ് നമുക്ക് കറണ്ട് ചാർജ് വരുന്നത്. 2 മാസത്തേക്ക് ഒരു മാസം ഒരു 1500 രൂപ കൂടി വരുന്നുള്ളൂ. ഡീസലൊക്കെ ആകുമ്പോൾ അത് നമുക്ക് വലിയൊരു എമൗണ്ട് വരും. കാരണം 30 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് കറണ്ട് 17 കിലോമീറ്ററൊക്കെ പോവാം. അതിനുള്ള മാറ്റം കാണിക്കും. മെയിൻ്റനൻസ് കുറവാണ് ഈ വണ്ടിക്ക്. 11 മാസമായിട്ട് എനിക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ചേട്ടാ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർവീസ്. എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു കാര്യമാണ് ഈ സർവീസ് സെന്റേഴ്സ്. പല ഇലക്ട്രിക് ഓട്ടോ ബ്രാൻഡ്സിനും അങ്ങ് എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇതിപ്പോ നമുക്ക് 20,000 കിലോമീറ്റർ വരെ കമ്പനിയാണ് തരുന്നത്. അതിന് പ്രത്യേക ചെലവൊന്നുമില്ല. ഒരു 1/2 ലിറ്റർ ഓയിലിന്റെ ചെലവാണ് ഓരോ സർവീസിലും വരുന്നത്. അത് നമ്മൾ 1000 ചെയ്തു, 5000 ചെയ്തു, 10000 ചെയ്തു, 20,000 ചെയ്തു. വേറെ ഒരു പ്രത്യേക മെയിൻ്റനൻസോ ഒരു ഫിൽറ്ററിൻ്റെയോ ആവശ്യമില്ല ഇലക്ട്രിക് ആയതുകൊണ്ട്. സർവീസിൽ തന്നെ വലിയൊരു കാശ് എമൗണ്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ കിട്ടും. ഒരു ഡീസലിനാകുമ്പോൾ ഞാൻ എല്ലാ വണ്ടി ഓടിക്കുന്നു പറഞ്ഞല്ലോ ഒരു 2000-നും 2500 താഴെ വരും ഒരു ഡീസൽ വണ്ടി, കുട്ടി വണ്ടി സർവീസ് എടുക്കുമ്പോൾ. അതും വലിയൊരു ലാഭമാണ്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു സേവിങ് ആണ് ഇലക്ട്രിക് വണ്ടി. ചേട്ടാ, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ റേഞ്ച് സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത് 160 കിലോമീറ്റർ ആണ്. ചേട്ടൻ്റെ റിയൽ ലൈഫിൽ ഓടിച്ചിട്ടല്ലേ ഡെയിലി ചേട്ടൻ എത്ര റേഞ്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്? അത് ഈ 160 കിലോമീറ്റർ തീർച്ചയായും കിട്ടുന്നുണ്ട്. അതിന് മേലെ കിട്ടും. അത് 1 മോഡിലിട്ട് ഓടിക്കുന്നത് മാത്രം. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. മോഡ് മാറുമ്പോൾ കുറച്ച് ചാർജ് കുറയും. അതിൽ മാറ്റത്തില്ല. എങ്ങനെ പോയാലും 130 താഴെ ഒരിക്കലും എങ്ങനെ ഓടിച്ചാലും കുറയില്ല. 130 കിലോമീറ്റർ തന്നെ കിട്ടും തീർച്ചയായിട്ടും. ഞാൻ പരീക്ഷിച്ചതാണ്, എല്ലാം ക്ലിയർ ആക്കിയതാണ്. അതേപോലെ വേറെ കേസ്, ഇതിന്റെ ആളുകളെ വെച്ച് നമ്മൾ ലോഡ് എടുത്ത് പോകുമ്പോഴത്തേക്കും അതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഇപ്പൊ എന്തെങ്കിലും ലാഗോ കാര്യങ്ങളോ ഉണ്ട്? ഇപ്പൊ കയറ്റമൊക്കെ കയറും, കുത്ത് കയറ്റമൊക്കെ കയറുമ്പോൾ അപ്പോൾ ഒന്ന് മോഡ് മാറ്റി കയറേണ്ട വരും. അപ്പോൾ കുറച്ച് മൈലേജും കുറയും. എത്ര ആളെ വെച്ചും നല്ല ലോഡ് വലിക്കുന്ന നല്ല വലിയുണ്ട് വണ്ടി മോട്ടറിന്. നമ്മുടെ ഈ മോട്ടറിന് നല്ല വലിയുള്ള മോട്ടറാണ്. ധൈര്യമായിട്ട് ഏത് കയറ്റത്തേക്കും പോവാം. നമ്മുടെ ഡീസൽ വണ്ടി വലിക്കുന്നതിനേക്കാളും നന്നായി വലിച്ചു പോവും. അപ്പോൾ ശേഖരം കിലോമീറ്റർ മാറ്റം വരും, അത്രേ ഉള്ളൂ. അതേപോലെ നമുക്കിപ്പം നോർമൽ ഡീസൽ വണ്ടിയാണെങ്കിലും പെട്രോൾ വണ്ടിയാണെങ്കിലും നമുക്കിപ്പം ക്ലച്ച് താങ്ങി നമുക്കൊരു കയറ്റത്തിൽ വെച്ചെടുക്കാം. അപ്പം ഇതിൽ ഹിൽ ഹോൾഡ് വന്നിട്ടുണ്ട്, അത് എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ട്? അത് മോഡ് മാറ്റുമ്പോഴോ നമ്മൾ ഈ ക്ലച്ച് ചവിട്ടി താങ്ങണേക്കാളും നന്നായിട്ട് ഒരേ ഫ്ലാറ്റിൽ പോകണം, അതേ കണ്ടീഷനിൽ തന്നെ കയറ്റത്തും പൊക്കോളും. ഒരേ സ്പീഡിലും പോവും, നല്ല വലിയുണ്ട്. എത്ര പേര് ഇരുന്നാലും കുഴപ്പമില്ല. ചേട്ടാ, ഒരു കാര്യം കൂടെ, ഇപ്പം ഈ ഒരു ഹൈക്കൻ്റെ ഈ ഒരു ഓട്ടോയിലേക്ക് എങ്ങനെയാണ് ശരിക്കും എത്തിപ്പെട്ടെ? ഞാൻ പല ഇലക്ട്രിക് വണ്ടിയും നോക്കിയതിന് ശേഷമാണ് ഹൈക്കണിലേക്ക് വന്നത്. എന്നെ പ്രധാനമായിട്ട് ആകർഷിച്ചത് ഇത്തെ സ്ഥല സൗകര്യമാണ്. ഒരു കുറച്ച് ആൾക്കാർക്ക് കാൽ നീട്ടിയിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനോ ഒക്കെ സൗകര്യമുണ്ട്. ഒരു 2-3 കുറ്റി ഗ്യാസ് ഉണ്ടെങ്കിൽ വരെ നിർത്തി വെച്ച് കൊണ്ടുപോകാവുന്ന കണ്ടീഷൻ ഉണ്ട്. അതാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. സൗകര്യം, വണ്ടിയുടെ സൗകര്യം. പിന്നെ ഒരു ആകൃതി, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആകൃതി അങ്ങനെയാണ്. ആ ഷേപ്പ് മെയിനായിട്ട് ആകർഷിച്ചത് ഇതിലെ സൗകര്യമാണ്, വണ്ടിയുടെ ഉള്ളിലെ സൗകര്യമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇതിന്റെ സസ്പെൻഷൻ സെറ്റപ്പ്. പിന്നെ ഓടിക്കാൻ എങ്ങനെയുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളോട് ഓടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിലെ ഏറ്റവും സൗകര്യം നമുക്ക് ഇതിൽ കയറി ഇരുന്ന് ഓടിക്കാനും നല്ല ഇടവും കൈ കാലും വീശി ഓടിക്കാം, സൗകര്യമുണ്ട്. പിന്നെ ഈ ബോക്സ് നമുക്ക് ഒരു ഡ്രൈവറിന് വേണ്ട കണ്ടീഷനിലാണ് അവരുണ്ടാക്കിയത്. സീറ്റടക്കം തുറന്ന ഇഷ്ടം പോലെ സൗകര്യം ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്ത് സാധനങ്ങളും വെക്കാം നമുക്ക്. അങ്ങനെയുള്ളൊരു സൗകര്യമൊക്കെ ആക്കി തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം കൊണ്ടും ഒരു നല്ല സുഖമായിട്ട് തോന്നുന്നുണ്ട് ഓട്ടോ. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ
ഇലക്ട്രിക് സംബന്ധമായ എല്ലാ കേസുകളും കറക്റ്റാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഒന്ന് സ്പീഡ് കയറണമെങ്കിൽ നിസ്സാരം വെറുതെ ഒരു സ്പർശനം മാത്രം മതി. തൊട്ടാൽ മോഡ് മാറി പോയി ഹൈ സ്പീഡിൽ വരാണെങ്കിൽ പോവാം. റിവേഴ്സ് വരണമെങ്കിലും അതുപോലെ തന്നെ വെറും സ്വിച്ചാണ്. നമുക്ക് വേറൊരു വലിച്ചിടലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ശരീരം ഇറങ്ങിയിട്ടുള്ള പരിപാടിയില്ല. ഏത് ഇത്തിരി ആരോഗ്യം കുറഞ്ഞവനും ഓടിക്കാവുന്ന വാഹനമാണ് ഈ ഇലക്ട്രിക് വാഹനം. എനിക്ക് ഇതിൽ താല്പര്യം തോന്നിയത് ഇതിൻ്റെ സ്പേസും ഇതിൻ്റെ ആകാര ഭംഗിയാണ് എനിക്ക് താല്പര്യം തോന്നിയത്. ചേട്ടാ, അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. ഇനി ഒറ്റ കാര്യം ഇവിടെ, ഒരു ദിവസം തിരിച്ച് ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴത്തേക്കും എത്ര രൂപ പോക്കറ്റിലുണ്ടാവും ലാഭം? സത്യമായിട്ടും ഡീസൽ വണ്ടി ഓടിച്ചേർന്ന ഞാനാണ്. ഒരു 1000 രൂപയ്ക്ക് ഓട്ടോ പോയാൽ ഒരു 400 പമ്പിൽ കൊടുക്കേണ്ട അവസ്ഥ വന്നിരുന്നത് എനിക്കിപ്പോൾ 1000 രൂപയ്ക്ക് ഓടിയാൽ 1000 രൂപയും കൊണ്ട് വീട്ടിൽ പോവാം. അത് തന്നെയല്ല, അതിന് ഇപ്പോൾ ഇത്രയാണ് നമുക്ക് കറണ്ട് ചാർജ് വരുന്നുള്ളൂ. അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ടിപ്പോൾ ഞാൻ കാണണം. ഒരു പ്രത്യേകിച്ച് ഡീസലിനേക്കാളും സർവീസ് തന്നെ ഭയങ്കര മാറ്റമുണ്ട്. സർവീസിലേക്ക് തന്നെ ഈ ഓയിൽ, ഗ്രീസ്, ഓയിൽ ഫിൽറ്റർ ഒന്നും അന്വേഷിച്ച് ഇറങ്ങണ്ട. ഏറ്റവും ഗുണകരം പൊല്യൂഷനാണ്. പോക്കറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടായ പിന്നെ പകുതി തലവേദന പോയി എൻ്റെ. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അഫ്സബിയേടൻ കുറേ ടൈം ഓട്ടത്തിനിടയിൽ നമ്മൾ ആളെ പിടിച്ചു വെച്ച് നമ്മൾ വീഡിയോ എടുത്താണ്. താങ്ക് യു കേട്ടോ. ഇപ്പോൾ ഹൈക്കിൻ്റെ ഹെറ്റോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്തു. വെഹിക്കിൾ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തു, അതുപോലെ തന്നെ ഒരു യൂസർ ഫീഡ്ബാക്ക് എടുത്തു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലോ അല്ലെങ്കിൽ ആതിര മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ ഒന്ന് മെസ്സേജ് ചെയ്യുക. കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.